Hi, today we will discuss differentiation of transforms. So this result states that if L of f of t equal to f of s, then L of t raised to n into f of t equal to minus 1 whole raised to n d raised to n by ds raised to n of f of s. That is equal to minus 1 whole raised to n f raised to n of s, where n varies from 1 to 3 etc. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ട് എന്നുള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് t raised to n into some function of t. Okay, Laplace transform of a function t raised to n into a function of t, that is f of t. അപ്പോൾ ഈ ഫോമിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനുകൾ ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ഈ ഫോമിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനുകളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നത് മൈനസ് 1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു ഈ എഫ് ഓഫ് എസിൻ്റെ എൻ ടൈംസ് ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ കാണുക. ഓക്കെ, അത് ഇൻറ്റു മൈനസ് 1 ഹോൾ റേസ് ടു എൻ അതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ എഫ് റേസ് ടു എൻ ഇത് മീൻ ചെയ്യുന്നത് nth ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സോ proof is very simple. By the definition of Laplace transform, we have f of s is equal to L of f of t. This is equal to integral 0 to infinity e raised to minus st f of t dt. Definition of Laplace transform. Okay, and hence d by ds of f of s, which is equal to d by ds of integral 0 to infinity e raised to minus st f of t dt. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് റൈറ്റ് സൈഡിലുള്ള നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസുകളിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻസ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ അത്തരം കേസുകൾ സാറ്റിസ്ഫൈ നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻ്റർചേഞ്ചിങ് പോസിബിൾ ആവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ റൈറ്റ് സൈഡിലുള്ള ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോകണം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, ദെൻ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഡി ബൈ ഡി എസ് ആണ്, വിത്ത് റെസ്പെക്ട് എസ്സിലാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എസ്സും ടിയും ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ ഡിഫറൻസിയേഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡോ ബൈ ഡോ എസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. Okay, so this is equal to integral 0 to infinity. What is derivative of this function with respect to s? ഇവിടെ ഇത് എഫ് ഓഫ് ടി ഡി ടി ടിയിലുള്ള ഫംഗ്ഷനാണ്, നമുക്ക് ഡെറിവേറ്റീവ് കാണേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എസ്സിലാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് മാത്രമേ നമുക്ക് കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു മൈനസ് ടി, വിത്ത് റെസ്പെക്ട് ടു എസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ this is e raised to minus st into minus t പിന്നെ f of t dt. okay, so this is equal to minus പുറത്തെടുത്തു, then integral 0 to infinity e raised to minus st t f of t dt. ഓക്കെ, ഇപ്പോൾ ഇതെന്താണ്, ഇവിടെ നമുക്കറിയാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്കൊരു -1 ഉണ്ട്, അതുപോലെ തന്നെ ടി എഫ് ഓഫ് ടി ഉണ്ട്.
അപ്പോൾ ഇത് ആക്ച്വലി എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എ ഫങ്ഷൻ ഇൻ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. ഇപ്പോൾ ഇതെന്തിൻ്റെ ഡെഫിനേഷനാണ് ഈ ബോക്സിലുള്ളത്? ഇത് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ. സോ ദിസ് ഈസ് മൈനസ് ഓഫ് എൽ ഓഫ് ടി എഫ് ഓഫ് ടി. Okay, this is by the definition of Laplace transform. Okay, and therefore L of t f of t equal to, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്, d by ds of f of s. So this is equal to minus d by ds of f of s. Okay, or we can write minus of f dash s. Okay, so we have this result. Now continuing this process, okay, that is by a repeated application, it can be proved that L of t raised to n f of t equal to minus 1 whole raised to n d raised to n by d s raised to n f of s, or this minus 1 whole raised to n nth derivative of f of s, where n varies from 1, 2, 3, etc. Okay, so we have this result. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പെർട്ടിക്കുലർ ആയിട്ട് എന്നിൻ്റെ വാല്യൂ വരുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ ടി ആണെന്നുണ്ടെങ്കിൽ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എൻ ഈക്വൽ ടു 1 എടുത്തിട്ട് അതിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതുകൊണ്ട് മൈനസ് വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എഫ് ഓഫ് എസിനെ. അപ്പോൾ ഇവിടുത്തെ ഈ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, സോ കൺസിഡർ ആൻ എക്സാമ്പിൾ. Find L of t into e raised to at. Okay, solution. നമ്മുടെ ഫോർമുല ഇതാണ്, L of t f of t. Okay, we have L of t f of t equal to minus d by ds of f of s. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വാട്ട് ഈസ് എഫ് ഓഫ് ടി? എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എ ടി. ഓക്കെ, സോ വാട്ട് ഈസ് എഫ് ഓഫ് എസ്? എഫ് ഓഫ് എസ് ഈക്വൽ ടു L of e raised to at. This is actually L of e raised to at. This is 1 by s minus a, where s greater than a. Okay, so we have the solution L of t e raised to at equal to, by this formula, minus d by ds of f of s. F of s is 1 by s minus a. Okay, so this is equal to minus 1 by s minus a and derivative minus 1 by s minus a whole square. Okay, where s greater than a. Okay, and therefore L of t e raised to at equal to 1 by s minus a whole square, where s greater than a. Okay, now consider another example.
Example 2. Show that L of t raised to n e raised to at equal to n factorial divided by s minus a whole raised to n plus 1, where s greater than a. Okay, solution. So here we want to find L of t raised to n e raised to at. Laplace transform of t raised to n into e raised to at. Okay, so here uh, our f of t is e raised to at. Okay, so we have f of t equal to e raised to at. Then what? L of f of t, that is L of e raised to at. This is our f of s. Okay, this is equal to 1 by s minus a. Okay, where s greater than a. Okay, now hence using the result which we have proved, that by using that result we have L of t raised to n e raised to at. Here our f of t is e raised to at and f of s equal to 1 by s minus a. So L of t raised to n e raised to at equal to minus 1 whole raised to n d raised to n divided by ds raised to n. Nth derivative of f of s is 1 by s minus a. Okay, so this is equal to minus 1 whole raised to n. First derivative ആണ്, ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്തായി? minus 1 divided by s minus a whole square. Okay, this is equal to minus 1 whole raised to n into minus 1 d n minus 1 divided by ds raised to n minus 1 into 1 by s minus a whole square. Okay, so continuing this process we will get minus 1 whole raised to n. We continue this process n times. Okay, so first time we have minus 1 whole raised to 1. Then if we repeat this n times, then minus 1 whole raised to n. Okay, then n factorial divided by s minus a whole raised to n plus 1. So this becomes n factorial divided by s minus a whole raised to n plus 1. Okay, and therefore L of t raised to n e raised to at equal to n factorial divided by s minus a whole raised to n plus 1. Okay, so this is the proof. Okay, so by using this we can write L of t e raised to at equal to 1 by s minus a whole square, where s greater than a. Similarly, L of t square e raised to at equal to 2 by s minus a whole cube. Okay, we can easily prove by using this result. Okay, so we can prove this. Example 3. Show that L of t square e raised to at equal to 2 factorial divided by s minus a whole cube. Okay,
solution. So this is a particular case of our this result. Okay, L of t raised to n e raised to 8t equal to n factorial divided by s minus a whole raised to n plus 1. So we use that result. Okay, so we have L of t square into e raised to 8t equal to minus 1 whole square t square by d square into f of s. Here f of s is 1 by s minus a. Okay, so this is equal to 2 factorial divided by s minus a whole cube. Okay, so this is the result. Similarly we can find L of t sin t. Okay, so here f of t equal to sin t. So L of f of t, that is f of s, is f of s is L of sin t. This is equal to 1 by s square plus 1. Okay, and therefore L of t sin t equal to minus, here n equal to 1, so minus 1 whole raised to 1 into d by ds. ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. Okay, by differentiating we will get 2s divided by s square plus 1 whole square. So L of t sin t equal to 2s divided by s square plus 1 whole square. Okay, similarly we can find L of t sin at, which is equal to 2s divided by s square plus a square whole square. Okay,